ഹായ് ഹോൾ അസ്സലാമു അലൈക്കും. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാണ് ഒരു വെറൈറ്റി കൂട്ടുണ്ടാക്കുക കേട്ടോ. ഈ പപ്പായ ഒന്നും കഴിക്കാത്തവർക്കുള്ളതാണ്. ഇത് രാവിലത്തെ തിരക്ക് കഴിഞ്ഞതിന് ശേഷമാണ് പപ്പായ എടുത്തിട്ട് തോലൊക്കെ ചെത്തി ഇങ്ങനെ 3 പീസാക്കി വെക്കുക. എന്നിട്ട് നന്നായിട്ട് മറ്റേ ഇങ്ങനെ കട്ടിങ് ബോർഡില്ലേ അതിൽ വെച്ചിട്ട് നന്നായി കേബേജിൻ്റെ ഇതിൽ നന്നായിട്ട് കനം കുറച്ച് എരിയുക. ഞാൻ നന്നായിട്ട് എരിഞ്ഞ് വെക്കുക കേട്ടോ. ഇങ്ങനെ എരിഞ്ഞാൽ പപ്പായൊക്കെ തിന്നാത്ത ഏത് മക്കളും തിന്നും. അതിലേക്ക് ആവശ്യമായ കുറച്ച് തേങ്ങ ചിരകിയെടുക്കുക, 2 അല്ലി വെളുത്തുള്ളിയും പച്ചമുളക് ചെറിയ മുളകും ഇടുക. എന്നിട്ട് ചട്ടിയെടുത്ത് വെച്ചിട്ട് നമ്മൾ കരിവേപ്പ് കടുക് ഇട്ട് നന്നായി പൊട്ടിക്കുക. എന്നിട്ട് നമ്മൾ ചെറുതാക്കി വെച്ചാൽ ഇതെടുത്തിട്ട് ഇടുക. ഇത് ജസ്റ്റ് നന്നായിട്ട് നിറക്കി കൊടുക്കുക. ഉപ്പും ചേർക്കണം കേട്ടോ. കർണസായതുകൊണ്ട് കുറച്ച് വേവ് തോനെ വേവൊന്നുമില്ല, അത് കേബേജിൻ്റെ പോലെ കേട്ടോ. നല്ല ടേസ്റ്റ് കേട്ടോ. ഈ വെള്ളമൊന്നും ഉണ്ടാവില്ല, നല്ല രസമായിട്ട് തിന്നാനും കേട്ടോ. ഇപ്പം ഞാൻ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പിന്നെ ഇതിൻ്റെ മുന്നിൽ ഇങ്ങനെ വെച്ച് കുട്ടികൾക്ക് നിസ്കാര കുപ്പായൊക്കെ അതൊക്കെ ആവശ്യമുള്ളവർ പറയണം കേട്ടോ. എൻ്റെ ഫ്രണ്ട് തയ്ച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചിക്കൻ ഉണ്ടായിന്, അത് മസാല പുരട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നേക്ക് എളുപ്പമൊക്കെ കുറച്ചുള്ളൊക്കെ എടുത്ത് കറിയൊക്കെ ഉണ്ടാക്കുകയാണ്. അപ്പോൾ അത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇന്നേക്ക് തേങ്ങ ചെറുക്കി വെച്ചിന് അത് ഇതായിക്ക് ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ പിന്നെ ഈ വീഡിയോ കാണുന്നതിലൊന്നും കമൻറ്റ് ഇടണമല്ലോ കേട്ടോ. കുറച്ച് കമൻറ്റൊക്കെ ഇടണേ, എന്നാലേ ഉള്ളൂ നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ ഇടാനൊക്കെ. അപ്പോൾ പിന്നെ അങ്ങനെ നിസ്കരൂപ്പ് ആവശ്യമുള്ളവർ പറയണം കേട്ടോ. അങ്ങനെ വലിയ ആൾക്കാരത്തുണ്ട്, ചെറിയ മക്കളത്തുണ്ട്. ചെറിയ മക്കൾക്ക് 280, മറ്റവർക്ക് 300, 350 അതിലൊക്കെ റേറ്റ് വരുന്നത് കേട്ടോ. പിന്നെ നമ്മളിനി നെക്സ്റ്റ് ചിക്കൻ പൊരിക്കണം. അപ്പോൾ അതിന് ഗ്യാസിൽ കുറച്ച് ചട്ടി വെച്ചിട്ട് ഓയിൽ ഒഴിക്കുന്നുണ്ട്. പക്ഷേ അതിന് മുമ്പ് നമുക്ക് ആദ്യം പപ്പടം ഉണ്ടായിന് കേട്ടോ. പപ്പടം ഒന്ന് പൊരിച്ചെടുക്കാൻ വിചാരിച്ച് എണ്ണ ചൂടായിട്ടിടേണ്ടിയാണ്, പക്ഷേ എണ്ണ ചൂടായി പോയില്ല. പപ്പടം ആദ്യത്തെ പപ്പടം പാളിപ്പോയി ഗൈസ്. സാരല്ല, നമുക്ക് തിന്നാം. അടുത്ത മക്കൾക്ക് കൊടുക്കുക. നമ്മൾ ഇക്കാക്കാർ വരുമ്പോഴൊക്കെ കൊടുക്കാൻ അടുത്ത പപ്പടം കൊടുക്കട്ടോ. ഇത് നന്നായി ഫ്രഷായി പൊരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ പപ്പടം പൊരിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് എണ്ണയൊക്കെ ലാഭിക്കാം കേട്ടോ. ഫസ്റ്റ് ഈ ചൂടായ എണ്ണയിൽ പപ്പടം പൊരിച്ച് പിന്നെ ബാക്കിക്ക് നമ്മൾ ചിക്കൻ പൊരിച്ചാൽ നമുക്ക് ലാഭമാണല്ലോ. പിന്നെ അപ്പോൾ വിചാരിച്ചിട്ട് ഞാനിങ്ങനെ വെച്ചതാണ്. അപ്പോൾ പിന്നെ എന്നിട്ട് പിന്നെ ഇന്ന് കറിയൊന്നും ഉണ്ടാക്കണ്ട വിചാരിച്ചാൽ ഉപ്പേരിയും പപ്പടവും ചിക്കൻ പൊരിച്ചത് അങ്ങനെയൊക്കെ ആക്കാൻ വിചാരിച്ചു. അപ്പോൾ ഞാൻ രാവിലെ തന്നെ വേഗം ചെയ്തിട്ടുണ്ട്. ഇന്ന് കാര്യമായിട്ട് ഡ്യൂട്ടിയൊന്നും ഇല്ല, എന്നാലും ഒരു സുഖമില്ല. അപ്പോൾ പിന്നൊക്കെ വേഗം ചെയ്തേക്കാമെന്ന് വിചാരിച്ചു, റെസ്റ്റ് എടുക്കാൻ വിചാരിച്ചു. അപ്പോൾ അത് പപ്പടമൊക്കെ പൊരിച്ചു, ഉപ്പേരിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചിക്കൻ ഫുൾ എടുത്തിട്ട് നമ്മൾ കിച്ചൻ്റെ കോലം കാണണ്ടേ, ഫുള്ള് പാത്രം കേട്ടോ. അപ്പോൾ അത് ചിക്കൻ വേവണ സമയം കൊണ്ട് നമ്മൾ ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി വേഗം ചെയ്യണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുട്ടാപ്പിക്ക് ഫുഡ് കൊടുക്കാണ്ട്. അപ്പം ആ സമയം കൊണ്ട് നമ്മളിതൊക്കെ ഫുള്ള് ക്ലീൻ ചെയ്ത് വെച്ച് അപ്പം നെയ്യ് പഞ്ചസാര ഇട്ട അവർക്ക് നല്ല ഇഷ്ടമാണ്. പാൽ വെച്ച ചായയും അപ്പത്തിന് അങ്ങനെ കൂട്ടാൻ നല്ല ഇഷ്ടമാണ്. അപ്പോൾ നെയ്യ് പഞ്ചസാര ഇട്ടിട്ട് അപ്പം കൊടുത്താൽ ഒരപ്പം തിന്നും. അപ്പോൾ ഇതങ്ങനെ പഞ്ചസാര നെയ്യും കൂട്ടിയാകുമ്പോൾ നല്ല ഇഷ്ടം കേട്ടോ. ആൾക്ക് പൊതുവേ മധുരം കൊണ്ട് നല്ല താല്പര്യം കേട്ടോ. നീറ്റ് വരുമ്പോൾ തന്നെ പാലുണ്ടമ്മ ചായക്ക് എന്നാണ് ചോദിക്കുക. പിന്നെ അവന് ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ക്ലീനിങ്ങും കഴിഞ്ഞു, ഫുഡ് കഴിക്കാറായി. എനിക്കുള്ള ഫുഡ് കേട്ടോ, ചോറും ചിക്കനും ഉപ്പേരി പപ്പടമൊക്കെ എടുത്ത് അവനെ ഉറക്കണം. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഡ്രസ്സൊക്കെ അലക്കി ഇട്ടിട്ടുണ്ട്. ഡ്രസ്സൊക്കെ അലക്കി കഴിഞ്ഞു. ഇപ്പോൾ ഏകദേശം 1 മണി 1:30 ആയി. അപ്പോൾ പിന്നെ ഇന്നത്തെ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് വരാം കേട്ടോ. അപ്പോൾ ഞാൻ എന്താക്കി രാവിലേക്കുള്ള പച്ചരി ഇതാട്ടോ വെള്ളത്തിട്ട് വെക്കുക, അതുകൂടി ഒന്ന് കാണിക്കാൻ വെച്ചിട്ടോ. ഞാൻ അപ്പത്തിനിട്ടൊക്കെ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ പച്ചരി എടുത്ത് ഇടും. പച്ചരി 2 ഇതെടുത്ത് പിന്നെ എത്ര ഉള്ള സ്പൂണാണ് കേട്ടോ, അതിൽ ഏകദേശം ഒരു 3 സ്പൂണോളം ഇടുള്ളൂ. ഇതൊക്കെ മതി. കുറേ ഉഴുന്നിട്ട് അതിൻ്റെ ചോയ ആർക്കും ഇഷ്ടമല്ല കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് നല്ല ഉഴുന്നിടും കേട്ടോ. ഉഴുന്ന് നല്ലതാണെന്ന് പറയും മക്കൾക്കൊക്കെ. അപ്പോൾ അങ്ങനെ കുറച്ച് ഉഴുന്നിട്ടാൽ നല്ലൊരു ഫ്രഷ്നെസ് കിട്ടും.
അപ്പം അങ്ങനെ ഉഴുന്നും ഇട്ടിട്ട് ഇതാ അരി കൂടി ഇട്ടുവെച്ചാൽ നമുക്ക് കിച്ചണിൽ നിന്ന് പോകാം കേട്ടോ. അപ്പം അതിന് വേണ്ടി അരിയൊക്കെ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഞാൻ പോയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇനി നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ ബൈ.